നമസ്കാരം, ഞാൻ ഡോക്ടർ മീനു. AMAI വടക്കാഞ്ചേരി ഏരിയ അവതരിപ്പിക്കുന്ന രുചിയും ആരോഗ്യവും എന്ന വീഡിയോ പരമ്പരയിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗ്രാമ്പൂ. സിസീജിയം ആരോമാറ്റിക്കം എന്ന ബൊട്ടാനിക്കൽ നെയിമോട് കൂടിയ ഈ ദ്രവ്യം മൃട്ടേസിയ കുടുംബാംഗമാണ്. ഇതിനെ സംസ്കൃതത്തിൽ ലവംഗമെന്നും ഇംഗ്ലീഷിൽ ക്ലോവ് എന്നും അറിയപ്പെടുന്നു. ഇതിന്റെ ഫ്ലവർ ബഡ്, അതായത് പൂ വിരിയുന്നതിന് മുന്നേ ഉള്ള പൂമുട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന എസെൻഷ്യൽ ഓയിൽ, ക്ലോവ് ഓയിൽ, ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് വോളറ്റൈൽ എസെൻഷ്യൽ ഓയിൽസ് ആണ്. അതിൽ യൂജിനോൾ, ബീറ്റാ കെരോഫിലിൻ, ഹ്യൂമെലിൻ തുടങ്ങിയ കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് അനാൽജസിക് പ്രോപ്പർട്ടി, അതായത് വേദന സംഹരിക്കാനുള്ള ശക്തി, അനാൽജസിക് പ്രോപ്പർട്ടി, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി, ആന്റി മൈക്രോബിയൽ, ആന്റി ഓക്സിഡന്റ് ആൻഡ് ആന്റി ക്യാൻസറസ് പൊട്ടൻഷ്യൽ ഇത് ഇതിൽ അടങ്ങിയിരിക്കുന്നു. ആയുർവേദ പ്രകാരം ഇതിന് കടുതിക്തരസവും ലഘു തീക്ഷ്ണ ഗുണവും ഉഷ്ണവീര്യവും കടുവിഭാഗവുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കഫവാത ശമനമായിട്ട് ഈ ദ്രവ്യം ആക്ട് ചെയ്യുന്നത്. കഫരോഗങ്ങളിലും വാദസംബന്ധമായ രോഗങ്ങളിലും എല്ലാം തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാമെന്ന സാരം. ഇതൊരു നല്ല കാർമിനേറ്റീവ് ആണ്, അതായത് ദഹനശേഷിയെ വർദ്ധിപ്പിച്ച് അധോവായുവിനെ പുറന്തള്ളാനുള്ള കഴിവ് ഈ ദ്രവ്യത്തിനുണ്ട്. വിശപ്പ് കൂട്ടുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വയറുവീക്കം, അജീർണം തുടങ്ങിയ രോഗാവസ്ഥകളിലെല്ലാം തന്നെ നമുക്കിത് ഫലപ്രദമായി ഉപയോഗിക്കാം. ഇതിന് മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് അനാൽജസിക് ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതായത് വേദന സംഹരണ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പല്ല് വേദന ശമിപ്പിക്കുന്നതിന് ഇത് വളരെ ഉപകാരപ്രദമാണ്. വായുനാറ്റം കുറയ്ക്കുന്നതിനും മോണ സംബന്ധമായ ഇൻഫെക്ഷൻസിനും എല്ലാം തന്നെ ഇത് ഉപയോഗിക്കാം. ഇതിന് ആന്റി മൈക്രോബിയൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് ഇൻഫെക്ഷൻസിനും ഇത് നല്ല ഉപകാരമാണ്. ചുമ, ജലദോഷം, കഫക്കെട്ട് എന്നീ അവസ്ഥകളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ശ്വാസ സംബന്ധമായ രോഗങ്ങളിലും ശ്വാസം മുട്ടിലും ഗ്രാമ്പൂ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന ആവി കൊള്ളുന്നത് കൊണ്ട്, ഇൻഹലേഷൻ ചെയ്യുന്നത് കൊണ്ട് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ്. ഇതിന്റെ മണം, ഇതിന് നല്ല സുഗന്ധമാണ് അല്ലേ. അത് ഛർദിയിലും മൂക്കാനും കുറയ്ക്കാനും ഉപയോഗിക്കാം. ഗ്രാമ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ട് വിശപ്പില്ലായ്മ, വയറുവേദന, വയറുവീക്കം തുടങ്ങിയ അവസ്ഥകളിലൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിസാരത്തിന് ശേഷം, അതിയായ വയറിളക്കത്തിന് ശേഷം വരുന്ന ദാഹത്തിനും നമുക്ക് ഗ്രാമ്പൂ ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. പല്ലുവേദന വരുന്ന അവസരങ്ങളിൽ ഈ ഒരു ഗ്രാമ്പൂ എടുത്ത് 2 പല്ലിന്റെ ഇടയ്ക്ക് കടിച്ചു പിടിക്കുന്ന ഒരു രീതി എല്ലായിടത്തും തുടരുന്ന രീതിയാണ്. അത് അതിന്റെ അനാൽജസിക് പ്രോപ്പർട്ടി കൊണ്ടാണ് ആ പല്ലുവേദന ശമിപ്പിക്കാനായിട്ട് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോവ് ഓയിൽ, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ക്ലോവ് ഓയിൽ 2-3 തുള്ളി ഒരു പഞ്ഞിയിൽ ഇറ്റിച്ചിട്ട് ആ പഞ്ഞി കടിച്ചു പിടിക്കുന്നത് കൊണ്ടും നമുക്ക് ഇതേ ഉപയോഗം തന്നെ ലഭിക്കുന്നതാണ്. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, കെ, B2, B6, വൈറ്റമിൻ സി തുടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നു. പിന്നെ കാൽഷ്യം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം തുടങ്ങിയ മിനറൽസും ഇതിലുണ്ട്. ഇനി ഗ്രാമ്പൂ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമ്പൂവിന്റെ അത് പൂമൊട്ടാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ആ പൂമൊട്ട് വിരിഞ്ഞതിന് ശേഷം പൂ വിരിയുന്ന അവസ്ഥ, അതിനെ ബ്ലോൺ ക്ലോവ് എന്നും, പൂ മാറി ഫലമാവുന്ന അവസ്ഥ അതിനെ മദർ ക്ലോവ് എന്നും പറയും. ഈ ബ്ലോൺ ക്ലോവും മദർ ക്ലോവോടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുക. അപ്പൊ അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, യൂജിനോൾ കണ്ടന്റ്, അതായത് ഇതിലെ ഏറ്റവും പ്രവർത്തനശേഷിയുള്ള കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവന്റ് ആയ യൂജിനോൾ കണ്ടന്റ് വളരെ കുറഞ്ഞിട്ടാണ് മദർ ക്ലോവിലും ബ്ലോൺ ക്ലോവിലും ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഗ്രാമ്പൂവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതിന്റെ ഔഷധ വീര്യമൊന്നും നമുക്ക് ഈ മദർ ക്ലോവിലും ബ്ലോൺ ക്ലോവിലും ആ അളവിൽ തന്നെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ അതിന്റെ ഫ്ലവർ ബഡ് തന്നെ നോക്കി ശ്രദ്ധിച്ച് മേടിക്കാനായിട്ട് ശ്രമിക്കാം. ഇതിന്റെ മേജർ കെമിക്കൽ കോമ്പോസിഷൻ ക്ലോവ് എസെൻഷ്യൽ ഓയിലാണ്.
അപ്പോൾ ഈ എസെൻഷ്യൽ ഓയിൽ നമുക്ക് പല അവസരങ്ങളിലും ഉപയോഗിക്കാം. എസെൻഷ്യൽ ഓയിൽ ഒരു 2-3 തുള്ളി ഒരു പഞ്ഞിയിൽ ഇട്ടിച്ചത് ആ പഞ്ഞി പല്ലിൻ്റെ ഇടയിൽ കടിച്ചു പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പല്ലുകൾക്ക് ഉണ്ടാകുന്ന വേദനയ്ക്ക് ശമിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ വെള്ളത്തിൽ ഒരു 2-3 തുള്ളി ക്ലോവ് എസെൻഷ്യൽ ഓയിൽ ഇട്ടിച്ചതിന് ശേഷം ആ വെള്ളം വായിക്കൊള്ളുന്നത് കൊണ്ട് ഗാർഗിൾ ചെയ്ത് നമുക്ക് വായുനാറ്റം, മോണ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൊക്കെ നമുക്കിത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും ഈ ക്ലോവ് ഓയിൽ വളരെ ഉപകാരപ്രദമാണ്. ഫേസ് പാക്കുകളിലും ഫേസ് വാഷുകളിലുമൊക്കെ നമ്മൾ ഈ ക്ലോവ് ഓയിലിൻ്റെ പ്രസൻസ് കാണാറുണ്ട്. അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. മുഖക്കുരുവിൻ്റെ സംരക്ഷണത്തിന്, മുഖക്കുരു വരാതെ ഇരിക്കാനും മുഖക്കുരു കുറയ്ക്കാനുമൊക്കെ ഇതിന് വളരെ ഉപകാരമുള്ളതാണ്. ഗ്രാമ്പൂവിൻ്റെ ഗുണങ്ങളും പ്രയോഗരീതിയും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും അധികമായാൽ അമൃതം വിഷമാണ്. ഗ്രാമ്പൂ അധികമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും അൾസേഴ്സും സ്കിൻ അലർജിക് റിയാക്ഷൻസും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹിതമായ അളവിൽ മിതമായ രീതിയിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഉത്തമമായ രീതിയിൽ പ്രയോജനകരമാകും വിധം ഗ്രാമ്പൂ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.